പക്ഷേ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്ടലാക്കോട് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങൾ പറയാതെ അത്തരം പ്രവൃത്തികളിലേക്ക് ഈ AVPക്കാർ പോകാനുള്ള സാഹചര്യം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളത്. അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്തു. രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും. ഇന്നലെ രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ എൻ്റെ വീടിന് നേരെ ഒരാക്രമണം പോലെ AVPക്കാർ നടത്തുകയുണ്ടായി. ഒരു സമരം പ്രഖ്യാപിച്ചിട്ടൊരു സമരം നടത്താം, പക്ഷേ രഹസ്യമായിട്ട് പതിയിരുന്നതിന് ശേഷം 5 10 ആൾക്കാർ ചാടി ഇറങ്ങി പന്തം എറിയുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു ആക്രമണ സ്വഭാവമാണ്. അതിൽ രാജ്ഭവനിൽ പ്രവർത്തിക്കുന്ന AVPക്കാർക്ക് അല്ലെങ്കിൽ AVPയായിട്ട് അടുപ്പമുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് വഴുതിക്കാട് ഏതാനും ചാനലുകാരുടെ ഉണ്ടായിരുന്നു. വഴുതിക്കാട് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം റോഡിൽ വന്ന അവസരത്തിൽ പതിയിരുന്ന് ഒരു 15ഓളം വരുന്ന AVPക്കാർ വാഹനത്തെ ആക്രമിച്ചു. ദേശീയ പതാക വലിച്ചു കയറി. നമ്മുടെ കാറിലുണ്ടായിരുന്ന ദേശീയ പതാക വലിച്ചു കയറി. ഇതൊക്കെ രാജ്ഭവൻ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയമുണ്ട്. അത് ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് വേണമെങ്കിൽ കരാവ് ചെയ്യുകയോ എന്ത് വേണോ ചെയ്യാം. പക്ഷേ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്ടലാക്കോട് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങൾ പറയാതെ അത്തരം പ്രവൃത്തികളിലേക്ക് ഈ AVPക്കാർ പോകാനുള്ള സാഹചര്യം കുറവാണ്.